വെളിച്ചത്തിൻ്റെ കാൽപ്പാടുകൾ. മത്തായി എഴുതിയ സുവിശേഷം 5:13-16 വരെ. ധ്യാനത്തിനായിട്ട് 16-ാം വാക്യം. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. മിൽട്ടൺ എം തോൺ എന്ന എഴുത്തുകാരൻ തൻ്റെ ബാല്യകാലത്തെ ഒരു സംഭവകഥ ഇങ്ങനെ അനുസ്മരിക്കുന്നു. ഇന്നത്തെ പോലുള്ള ഇലക്ട്രിക് ലൈറ്റുകളോ നിയോൺ ലൈറ്റോ അന്നുണ്ടായിരുന്നില്ല. ഒരുതരം ഗ്യാസ് ലൈറ്റായിരുന്നു വഴിവിളക്കായി അന്ന് ഉപയോഗിച്ചിരുന്നത്. സന്ധ്യയാകുമ്പോൾ വഴിവിളക്ക് കത്തിക്കുന്ന ജോലിക്കാരൻ ഒരു നീണ്ട കോലുമായി വരുന്നത് കാണാം. അയാൾ കോലുകൊണ്ട് വിളക്കിൻ്റെ കിളിവാതിൽ തുറക്കും. പിന്നീട് ഗ്യാസ് തുറന്നുവിട്ട് കത്തിക്കും. പട്ടണവീതിയുടെ ഒരറ്റത്ത് തുടങ്ങി മറ്റേ അറ്റം വരെ വഴിവെക്കിൽ വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത വിളക്കിനരികിലേക്ക് അയാൾ മെല്ലെ നീങ്ങുകയായി. ഇരുട്ട് കൈയടക്കിയ തെരുവീതിയെ പ്രകാശപൂരിതമാക്കുന്ന മഹത്തായ ജോലിയാണ് ആ മനുഷ്യൻ ചെയ്യുന്നത്. അയാൾ കത്തിച്ച പ്രകാശം കൊണ്ട് അയാൾ പോകുന്ന വഴി നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഒരു ദീപസ്തംഭത്തിൻ്റെ ചുവട്ടിൽ നിന്ന് മറ്റൊന്നിൻ്റെ ചുവട്ടിലേക്ക് പോകുന്ന ആ മനുഷ്യൻ ഇരുട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ അയാളെ നമുക്ക് കാണാൻ കഴിയുകയില്ല. നിഴലുകൾക്കുള്ളിൽ അയാളുടെ ആളത്വം മായുന്നു. പക്ഷേ അയാൾ കൊളുത്തിയ വിളക്കിൻ്റെ പ്രകാശം പിറകിൽ അവശേഷിക്കുന്നു. നമ്മുടെ വ്യക്തിത്വമല്ല മനുഷ്യർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത്. പ്രത്യുത നാം പിറകിൽ അവശേഷിപ്പിക്കുന്ന പ്രകാശധാരയാണ്. തങ്ങളെ തന്നെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നവർക്ക് മറ്റുള്ളവരെ വെളിച്ചത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കുവാൻ കഴിയുകയില്ല. ഹൃദയം തകർന്നവർക്ക് ആശ്വാസത്തിൻ്റെയും ഏകാന്തത ബോധം കൊണ്ട് മനസ്സിടിഞ്ഞവർക്ക് സൗഹൃദം പകർന്ന് കൊടുക്കുന്ന കൂട്ടായ്മയുടെയും ഉത്കണ്ഠ പരിതർക്ക് സമാധാനത്തിൻ്റെയും മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ടവർക്ക് സ്നേഹത്തിൻ്റെയും പ്രകാശം ചൊരിഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. എന്നാൽ എന്നിലെ ഞാൻ എന്ന ഭാവം കുറയുകയും എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് വളരുകയും ചെയ്താൽ മാത്രമേ ആ പ്രകാശം പിന്നിൽ അവശേഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയൂ. ആർഷഭാരതത്തിൻ്റെ സംസ്കാരം ഉയർത്തി കാണിച്ചിട്ടുള്ള എല്ലാ മഹാരഥന്മാരും ഈ സനാതനധർമ്മത്തിൻ്റെ സാക്ഷികളായിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ജീവിതം തന്നെ അതിനൊരു ദൃഷ്ടാന്തമാണ്. അദ്ദേഹം ഒരു മഹാപണ്ഡിതനായിരുന്നില്ല, പക്ഷേ സ്നേഹത്തിൻ്റെ അവതാരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുലളിതമായ വാക്കുകളിൽ കൂടി ദിവ്യജ്ഞാനാമൃതം മറ്റുള്ളവരിലേക്ക് പകർന്നു. സ്നേഹത്തിൻ്റെ പ്രവാചകനായ അദ്ദേഹത്തെ ഗുരു എന്ന് വിളിക്കുന്നതുകൂടി അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. തൻ്റെ വ്യക്തിത്വം സ്ഥാപിക്കാനല്ല, പിന്നെയോ മറ്റുള്ളവർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. വിവേകാനന്ദൻ തുടങ്ങിയ അനേക ശ്രേഷ്ഠ യുവാക്കളുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും വിളക്ക് കൊളുത്താൻ വെറുമൊരു സാധാരണക്കാരനായ ശ്രീരാമകൃഷ്ണ പരമഹംസന് കഴിഞ്ഞു. ഇന്നത്തെ അസ്വസ്ഥമായ യുവതലമുറയുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും പ്രകാശം ചൊരിയുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മിലെ അഹംഭാവം കുറയുകയും ഈശ്വര ചൈതന്യം വളരുകയും വേണം. നമ്മിലുള്ള വെളിച്ചത്തിൻ്റെ കാൽപ്പാടുകൾ മാത്രമേ നമുക്ക് ലോകത്തിൽ അവശേഷിപ്പിക്കുവാൻ കഴിയൂ. ഓർക്കണമേ, നിസ്വാർത്ഥ പ്രവർത്തനം ശക്തിയുടെ ഉറവിടമാണ്. അത്തരം പ്രവർത്തനം ഈശ്വര പൂജ തന്നെയാണെന്നത് അതിൻ്റെ കാരണം. സദൃശവാക്യം 4:18. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികമധികം ശോഭിച്ചു വരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.